ശബരിമലയിൽ നടന്നത് പുരാവസ്തു കൊള്ളയല്ലെന്നും അന്താരാഷ്ട്ര ബന്ധങ്ങളില്ലെന്നും SIT കണ്ടെത്തൽ. അന്വേഷണം 90% പൂർത്തിയായി. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുകിട്ടാൻ സാധ്യതയില്ല. ഈ മാസം അവസാനമോ അടുത്ത മാസമോ കുറ്റപത്രം നൽകാനുള്ള തയ്യാറെടുപ്പുകൾ SIT ആരംഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 90%-ലധികം അന്വേഷണം പൂർത്തിയാക്കി. ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത്, പുരാവസ്തു കടത്ത് സംഘങ്ങൾക്ക് ഈ കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു. എന്നാൽ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഏകദേശം അന്വേഷണം പൂർത്തിയാകുമ്പോൾ SIT വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ നടന്ന കൊള്ള പുരാവസ്തു കൊള്ളയല്ല. അക്കാര്യം SIT സ്ഥിരീകരിക്കുകയാണ്. ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോയി അത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കൈമാറിയിട്ടില്ല. അവിടുത്തെ പാളികളൊന്നും കടൽ കടന്ന് വിദേശത്തേക്ക് പോയിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പാളികൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ പാളി കൊണ്ടുവെക്കുകയല്ല ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്ന പാളിയിൽ നിന്ന് സ്വർണം മാത്രം ഉരുക്കിയെടുത്തു എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ SIT എത്തി നിൽക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന മൊഴികളും ശാസ്ത്രീയ തെളിവുകളുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഉരുക്കിയെടുത്ത സ്വർണം എന്ത് ചെയ്തു എന്നതാണ് ഇനിയുള്ള സസ്പെൻസ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടാകുമെന്നാണ് SIT കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ മോഷ്ടിച്ചെടുത്ത സ്വർണം അത് റിക്കവറി ചെയ്യാൻ പാടാണ് എന്നുള്ളൊരു നിഗമനം കൂടി SITക്കുണ്ട്. കാരണം അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആചാരപരമായ മറ്റ് ചില ദുരൂഹമായ നീക്കങ്ങളാണ് ഈ പ്രതികൾ ഈ ഉരുക്കിയെടുത്ത സ്വർണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് മറ്റ് ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതെന്താണ് ആവശ്യങ്ങൾ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. അത് കുറ്റപത്രത്തിൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിക്കവറി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും പുതിയതായി ഒരു അന്വേഷണം ആരംഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ളയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ സ്വർണ്ണക്കൊള്ള തെളിയിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് SITയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുറ്റപത്രത്തിന്റെ നടപടികൾ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം അവസാനത്തോടെയോ അടുത്ത മാസത്തോടെയോ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT ലക്ഷ്യമിടുന്നത്. ഏതായാലും ഒട്ടേറെ ചോദ്യങ്ങൾ ഇനിയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉരുക്കിയെടുത്ത സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ദുരൂഹത എന്താണ് തീരാത്തത് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണോ എന്നുള്ളതുമാണ്. ഏതായാലും ശബരിമലയിൽ സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര കൊള്ള സംഘങ്ങളുടെ ഇടപെടലില്ല എന്നാണ് SIT ഈ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്.